നമ്മുടെ ഫോണിലെ വാൾപേപ്പർ ദിവസേന ഗൂഗിൾ തന്നെ മാറ്റി തന്നാലോ? ഓരോ ദിവസവും നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഫോൺ നോക്കുമ്പോൾ ഫോണിനൊരു ഫ്രഷ്നെസ് ആയിരിക്കും. കാരണം നമുക്കിഷ്ടപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ട മനോഹരമായിട്ടുള്ള ഒരു വാൾപേപ്പർ നമ്മുടെ ഫോണിൽ ഗൂഗിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇത് ഓരോ ദിവസവും ഗൂഗിൾ നമ്മുടെ ഫോണിൻ്റെ വാൾപേപ്പർ ഇതുപോലെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനായിട്ട് സഹായിക്കുന്നത് ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷനിൽ യാതൊരു തരത്തിലുള്ള പരസ്യങ്ങളും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതൊരു ലൈറ്റ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രമേ നമ്മുടെ ഫോണിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫോൺ ഹാങ് ആവില്ല, അനാവശ്യമായിട്ട് ബാറ്ററി ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ വലതുഭാഗത്തായി അലോ ആക്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ അലോ കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ ആദ്യം കാണുന്നതൊന്നുമല്ല, കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഓരോ കാറ്റഗറി ആയിട്ട് വിവിധ തരം വാൾപേപ്പറുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ പ്രശസ്ത വ്യക്തികൾ എടുത്ത ഫോട്ടോകൾ, സാറ്റലൈറ്റിൽ നിന്നുള്ള ഫോട്ടോകൾ, വളരെ ഫേമസ് ആയ ചിത്രങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവൂ. ഇത് ഓരോ കാറ്റഗറി ബേസിലാണ് ഉണ്ടാകാൻ. ഞാനിപ്പോൾ ലാൻഡ്സ്കേപ്പാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് നിങ്ങൾക്ക് നിരവധി ഫോട്ടോ കാണാം. ഇനി ഇവിടെ എർത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്താൽ സാറ്റലൈറ്റിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങൾ കാണാം. ഇങ്ങനെ പല കാറ്റഗറിയും ഇതിനകത്തുണ്ട്. ഇനി നിങ്ങൾക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ ഒരു കാറ്റഗറി ആദ്യം തിരഞ്ഞെടുക്കണം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡെയിലി വാൾപേപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ വൈഫൈയിൽ പുതിയ പുതിയ ചിത്രങ്ങൾ വരുമ്പോൾ ഡൗൺലോഡ് ചെയ്യണോ എന്ന് ചോദിക്കും. അത് ഓക്കെ കൊടുക്കുക. അതോടെ ഈ കാറ്റഗറിയിൽപ്പെട്ട വാൾപേപ്പർ നിങ്ങളുടെ ഫോണിൽ സെറ്റാകുന്നതാണ്. ഓരോ ദിവസവും ഈ കാറ്റഗറിയിലെ വാൾപേപ്പർ ഇതുപോലെ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫോണുകളിൽ ഹോം സ്ക്രീനിൽ മാത്രമേ വാൾപേപ്പർ മാറുകയുള്ളൂ, ലോക്ക് സ്ക്രീനിൽ മാറില്ല. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഈ ഫോണിൽ ഇപ്പോൾ ലോക്ക് സ്ക്രീനിൽ വാൾപേപ്പർ മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹോം സ്ക്രീനിൽ വേറെയും ലോക്ക് സ്ക്രീനിൽ വേറെയും കൊടുക്കാം. ഇതിപ്പോൾ ഹോം സ്ക്രീനാണ്. അതിനായിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും കാറ്റഗറിയിൽ നിന്ന് ഒരു വാൾപേപ്പർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് സെറ്റ് വാൾപേപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീനിലാണോ ഹോം സ്ക്രീനിലാണോ അല്ല രണ്ടിലും വേണമെന്ന് ചോദിക്കും. അപ്പോൾ ലോക്ക് സ്ക്രീനിലേക്കാണെങ്കിൽ ലോക്ക് സ്ക്രീനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ലോക്ക് സ്ക്രീനിൽ ഒരു വാൾപേപ്പറും ഹോം സ്ക്രീനകത്ത് ഒരു വാൾപേപ്പറും. ഇതുപോലെ നമുക്ക് പലതരത്തിലും വാൾപേപ്പർ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് ഫോണിന് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വളരെ കുഞ്ഞനൊരു ആപ്ലിക്കേഷനാണ്. വളരെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 4K റെസൊല്യൂഷനിലുള്ള ഗംഭീര ഗ്രാഫിക്സ് ഒക്കെയുള്ള വാൾപേപ്പറുകളാണ്. അതുപോലെ തന്നെ 3D ആനിമേഷൻ വാൾപേപ്പറൊക്കെയുള്ള അതിഗംഭീരമായ ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് വാൾപേപ്പർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 4K വാൾപേപ്പർ, അതും അതിഗംഭീരമായ ഗ്രാഫിക്സ് അടങ്ങിയ വാൾപേപ്പറിൻ്റെ ഓപ്ഷൻ ലഭിക്കുന്ന നിരവധി ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇതൊക്കെ അത്തരത്തിലുള്ള ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്തെന്നാൽ ഇതിലൊക്കെ നിരവധി പരസ്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ സ്ലോ ആക്കും. അതുപോലെ ബാറ്ററിയും നമുക്ക് പെട്ടെന്ന് തീർന്നു പോകും. ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനിൽ ഇത്രയും ഫീച്ചേഴ്സും ഗംഭീരമായ വാൾപേപ്പറൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പരസ്യങ്ങളൊന്നും ഇല്ലാതെ ഡെയിലി വാൾപേപ്പർ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാം. അത്ര തന്നെയാണ്. അപ്പോൾ രണ്ടിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.